സാറേ, റഷ്യയുടെ ആണവ സംരക്ഷണ മേധാവി മോസ്കോയിൽ ഒരു ബോംബ് സ്ഫോടനത്തിൽ, അതായത് സ്കൂട്ടർ ബോംബ് മറ്റോ പൊട്ടിത്തെറിച്ച് കൊല്ലപ്പെട്ടു എന്ന് കേൾക്കുന്നു. എന്താ വിശദവിവരങ്ങൾ? ഇത് സാധാരണഗതിയിൽ ഇസ്രയേലിന്റെ മൊസാദൊക്കെ ചെയ്യുന്നതായിട്ട് നമ്മൾ പറയാറില്ലേ, സ്പെഷ്യൽ ഓപ്പറേഷൻസ്. അങ്ങനെ ഒരു ഓപ്പറേഷൻ ഉക്രൈൻ്റെ പ്രത്യേക സേന SBU ചെയ്ത ഒരു ഓപ്പറേഷനാണിത്. മോസ്കോയിൽ പോയിട്ട്, ഉക്രൈനിൽ നിന്ന് മോസ്കോയിൽ പോയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു ജനറലിനെ വകവരുത്തിയിരിക്കുന്നു. കാരണം കുറെ നാളായിട്ട് ഈ ആണവായുധം ഉപയോഗിക്കും എന്ന് പുടിൻ മറ്റേ റെഡ് ലൈൻ അല്ലേ, ചുവന്ന രേഖ കടന്നു കഴിഞ്ഞാൽ ഞങ്ങള് ആണവായുധം ഉപയോഗിക്കും, ഏത് നിമിഷവും അത് ഉപയോഗിക്കും എന്ന് പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെപ്പറ്റിയൊക്കെ തറോ നോളജ്, കൃത്യമായ വിവരങ്ങളുള്ള ആളിനെയാണ് കൊന്നിരിക്കുന്നത്. ഇഗോർ കിറില്ലോവ് എന്നാണ് ഈ ജനറലിന്റെ പേര്. ഇത് അതായത് സാധാരണഗതിയിൽ മൊസാദൊക്കെ ഈ ആണവ ശാസ്ത്രജ്ഞന്മാര് ഇറാഖിൽ കൊന്നതൊക്കെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. കാർ ബോംബ് സ്ഫോടനം, കാറിലെ മാഗ്നറ്റിക് ബോംബ്. ഇവര് എവിടെയെങ്കിലും കാറിൽ എത്തിയിട്ട് മടങ്ങുന്നുണ്ടാവുമല്ലോ. കാറിൽ ഇറങ്ങിക്കഴിയുമ്പോൾ ഇവര് ബൈക്കിൽ പോയി രണ്ടാളുകൾ ഈ മാഗ്നറ്റിക് ബോംബ് മറ്റേ മുൻവശത്തെ ഡോറിൽ ഒട്ടിച്ചു വെക്കുന്നു. മാഗ്നറ്റിക് ബോംബ് ചേർത്ത് വെക്കും. പിന്നെ ഇവര് കാറിൽ കയറി ഓടിച്ചു തുടങ്ങുമ്പോൾ കാറ് പൊട്ടിത്തെറിച്ചിട്ടാണ് കൊല്ലപ്പെടുന്നത്. ഇതൊരു ഇലക്ട്രിക് സ്കൂട്ടറിൽ ആണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ കിറില്ലോവിൻ്റെ സഹായിയും കൊല്ലപ്പെട്ടിട്ടുണ്ട്. റഷ്യയുടെ തന്നെ ഇൻവെസ്റ്റിഗേറ്റീവ് കമ്മിറ്റി ഈ പുറത്തുവിട്ട വിവരങ്ങൾ ഇങ്ങനെയാണ്. റഷ്യ തന്നെ പുറത്തുവിട്ട വിവരങ്ങൾ ഇങ്ങനെയാണ്. ഉക്രൈനിലെ ഒരു സോഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലഫ്റ്റനന്റ് ജനറൽ, ഏറ്റവും വലിയ ജനറൽ പദവിയാണല്ലോ ലഫ്റ്റനന്റ് ജനറൽ ഇഗോർ കിറില്ലോവിനെ സ്പെഷ്യൽ ഓപ്പറേഷനിൽ ഉക്രൈൻ്റെ SBU സെക്യൂരിറ്റി സർവീസ് കൊലപ്പെടുത്തി. ഉത്തരവാദിത്തം ഉക്രൈൻ ഏറ്റെടുത്തിട്ടുണ്ട്, ഞങ്ങളാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ട്. 54 വയസ്സുണ്ട് ഇഗോർ കിറില്ലോവിന്. ഈ ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിലെ പ്രധാനപ്പെട്ട കുറെ ദൗത്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് പുടിന്റെ വലങ്കൈ എന്നൊക്കെ പറയാവുന്ന കിറില്ലോവ്. ഇങ്ങനൊരു ജോലി വിശ്വസ്തനായ ഒരാളെ ഏൽപ്പിക്കാൻ പറ്റും. അപ്പോ റയാസാൻസ്കി പ്രോസ്പെക്ട്, ഈ റഷ്യയിലെ സ്ഥലങ്ങളൊക്കെ പ്രോസ്പെക്ട് എന്ന് പറയുമല്ലോ, തെരുവ്. റൈസാൻസ്കി പ്രോസ്പെക്റ്റിലെ ഒരു അപ്പാർട്ട്മെന്റ് ഫ്ലാറ്റിന്റെ പുറത്ത് ആയിരുന്നു ഈ സ്കൂട്ടർ സ്ഫോടനം. അപ്പോൾ കിറില്ലോവ് റഷ്യയുടെ റേഡിയോളജിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ഡിഫൻസ് ഇതിൻ്റെ മേധാവി, ആണവ രാസ ജൈവ ആയുധ വിഭാഗത്തിൻ്റെ മേധാവിയാണ്. അപ്പോൾ ഉക്രൈൻ ഇത് ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് പ്രത്യേക ഓപ്പറേഷനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ SBUവിലുള്ള ആ പ്രത്യേക സേനയിലെ സോഴ്സസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലഫ്റ്റനന്റ് ജനറൽ കിറില്ലോവ് ഞങ്ങളുടെ ഒരു ലെജിറ്റിമേറ്റ് ടാർഗറ്റ് ആയിരുന്നു. കാരണം ഈ രാസായുധം ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങൾ പ്രയോഗിക്കില്ല എന്നൊക്കെ റഷ്യ കുറെ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. രാസായുധമൊന്നും പ്രയോഗിക്കുന്നത് ആഗോള നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. ഇതൊക്കെ പറഞ്ഞിട്ടാണല്ലോ സദ്ദാം ഹുസൈന് അയാളുടെ കയ്യിൽ കുറെ രാസായുധം ഉണ്ട്, അയാൾ പ്രയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അമേരിക്ക അന്ന് പറഞ്ഞിരുന്നത്. പിന്നെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെയുള്ള വിവാദങ്ങളൊക്കെ വന്നിരുന്നു. എന്തെങ്കിലും ഒരു സംഗതി മുദ്ര കുത്തുക, എന്നിട്ട് ആക്രമിക്കുക എന്നുള്ളതാണ് അതിലുണ്ടായിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ കിറില്ലോവിനെ ഒരു യുദ്ധ കുറ്റവാളിയായിട്ടാണ് ഞങ്ങൾ കരുതിയിരുന്നത് എന്ന് ഉക്രൈൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ നിരോധിക്കപ്പെട്ട ആയുധങ്ങളെല്ലാം ഉക്രൈനെതിരെ പ്രയോഗിച്ചിരുന്ന ആളാണ് ഇയാൾ. ആഗോള യുദ്ധങ്ങളിലൊക്കെ നിരോധിക്കപ്പെട്ടിട്ടുള്ള സംഭവമാണ് ഈ രാസായുധം, ജൈവായുധം തുടങ്ങിയ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇയാളെ ലിക്വിഡേറ്റ് ചെയ്യുക എന്നുള്ളത് SBUവിനെ ഏൽപ്പിച്ചിരുന്നൊരു ദൗത്യമായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്.
ഈ യുക്രൈൻ ഇതുവരെ ഈ റഷ്യൻ അതിർത്തിയുടെ ഉള്ളിൽ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും ഉയർന്ന പട്ടാള ഉദ്യോഗസ്ഥനാണ്, സൈനിക മേധാവിയാണ് ഈ കിറില്ലോവ്. അപ്പോൾ കിറില്ലോവിൻ്റെ കൂടെ ഒരു സഹായി കൊല്ലപ്പെട്ടിട്ടുണ്ട്. അയാളെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ കീവ് ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞ മാധ്യമ സ്ഥാപനം ഇതിൻ്റെ വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ യുക്രൈനിലെ പ്രോസിക്യൂട്ടർമാർ ഈ കിറില്ലോവിൻ്റെ അസാന്നിധ്യത്തിൽ തന്നെ ഇയാൾ ഉക്രൈനിൽ നിരോധിത ആയുധങ്ങൾ, അതായത് രാസായുധങ്ങളും ജൈവായുധങ്ങളും നിരോധിത ആയുധങ്ങൾ ഉക്രൈൻ്റെ ഉള്ളിൽ യുദ്ധത്തിൽ പ്രയോഗിച്ചതായിട്ട് കുറ്റപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഒരു യുദ്ധ കുറ്റവാളി എന്നുള്ള നിലയ്ക്കുള്ളൊരു തരം വിചാരണയ്ക്കുള്ള സാഹചര്യങ്ങൾ തന്നെ അവിടെ ഉണ്ട്. ഒക്ടോബറിൽ, ഈ കഴിഞ്ഞ ഒക്ടോബറിൽ 2 മാസം മുമ്പ് ഈ ബ്രിട്ടൻ കിറില്ലോവിനെയും അവിടുത്തെ ആണവ സേനയെയും റഷ്യയിലെ ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു. കിറില്ലോവിൻ്റെ പേരും പറഞ്ഞിരുന്നു. കിറില്ലോവിനെതിരെയും ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷം ഉപയോഗിക്കുന്നത്, ഉക്രൈനിൽ വിഷം ഉപയോഗിക്കുന്നു, ക്ലോറോപിക്രിൻ എന്ന് പറഞ്ഞ ഈ ശ്വാസം മുട്ടിക്കുന്ന ചോക്കിംഗ് ഏജൻറ്റ്, ശ്വാസം ഒക്കെ മുട്ടിക്കുന്ന വിഷം ക്ലോറോപിക്രിൻ ഇയാൾ ഉക്രൈനിൽ ഉപയോഗിച്ചിട്ടുണ്ട്, അതിന് തെളിവുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ബ്രിട്ടൻ ഇയാളെയും ഇയാളുടെ സേനയും ഉപരോധിച്ചിരുന്നത്. പിന്നെ ആഗോളമായിട്ട് ദ ഓർഗനൈസേഷൻ ഫോർ ദ പ്രൊഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പൺസ്, രാസായുധ നിരോധന സംഘടന ആഗോളമായിട്ടുള്ള, അവര് ക്ലോറോപിക്രിൻ ഒരു രാജ്യവും ഉപയോഗിക്കരുത് എന്ന് ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഈ ക്ലോറോപിക്രിൻ ഉക്രൈനിൽ ഉപയോഗിച്ചിട്ടുണ്ട് റഷ്യ. അങ്ങനെയാണെങ്കിൽ വലിയൊരു കുറ്റം യുദ്ധരംഗത്ത് റഷ്യ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പകരം വീട്ടിലാണ് ഇപ്പം നടന്നിരിക്കുന്നത്. റഷ്യ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ രാസ ആയുധങ്ങൾ കയ്യിലില്ല എന്നാണ്. പക്ഷെ ഈ വിഷം ഉപയോഗിക്കുന്ന കാര്യത്തിൽ കുറേയും കൂടി സുതാര്യത ഉണ്ടാവേണ്ട കാര്യമുണ്ട്. അത് റഷ്യ പ്രകടിപ്പിക്കുകയും വേണം. ബാക്കിയുള്ളവർക്കും കൂടി ബോധ്യപ്പെടണമല്ലോ. ഉക്രൈൻ്റെ സെക്യൂരിറ്റി സർവീസ്, രഹസ്യ സർവീസ് SBU പറയുന്നത് അവിടെ യുക്രൈനിലെ യുദ്ധരംഗത്ത് 4800 തവണ ഈ നിരോധിത വസ്തുക്കൾ, രാസായുധങ്ങളും ജൈവായുധങ്ങളും ഉപയോഗിച്ചതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. 2022 ഫെബ്രുവരി മുതൽ പ്രത്യേകിച്ചും K1 ഗ്രനേഡുകൾ, ഈ ഗ്രനേഡുകളിൽ ഇത് നിറച്ചിട്ടാണ് എറിയുന്നത്. അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഈ സ്കൂട്ടർ പൊട്ടിയല്ലോ, അതെ, ആ സ്ഫോടനത്തിന് ഈ 300 ഗ്രാം TNTക്ക് തുല്യമായ 300 ഗ്രാം TNTക്ക് തുല്യമായ അത്രയും സ്ഫോടന ശേഷി ഈ സ്ഫോടകത്തിന് സ്കൂട്ടറിൽ ഉണ്ടായിരുന്നതിന് ഉപയോഗിച്ചതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ റഷ്യൻ ടെലഗ്രാം ചാനലുകളിൽ ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. അത് ഒരു കെട്ടിടത്തിൻ്റെ ആ ഫ്ലാറ്റ് സമുച്ചയം ഉണ്ടല്ലോ, അതിൻ്റെ പ്രവേശന ദ്വാരം, ആ പ്രവേശന കവാടം, ആ കവാടത്തിൻ്റെ അടുത്ത് ഈ അവശിഷ്ടങ്ങൾ, മണ്ണും ഈ സ്കൂട്ടർ പൊട്ടിത്തെറിച്ചതിൻ്റെയും പിന്നെ റബ്ബിൾസ്, ഈ മണ്ണ് കഷ്ണം, പാറക്കഷ്ണങ്ങൾ, ഇതെല്ലാം കൂടി ഈ ചെതറിക്കിടക്കുന്നതായിരിക്കും. അങ്ങനെയല്ല, ഈ ചോര പുരണ്ട് കിടക്കുന്ന മഞ്ഞില് അവശിഷ്ടങ്ങൾ. അങ്ങനെയാണ്, മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം മഞ്ഞില് ചോര നിറഞ്ഞ് ഉള്ള അവശിഷ്ടങ്ങളായിട്ടാണ് കാണുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകളിൽ വന്നിരിക്കുന്നത്.
ഇപ്പം നേരത്തെ തന്നെ ഈ ജോ ബൈഡൻ ഉക്രൈൻ്റെ അടുത്ത് ദീർഘദൂര മിസൈലുകളൊക്കെ ഉപയോഗിക്കാൻ പറഞ്ഞല്ലോ. അന്ന് റഷ്യ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചു. അപ്പോൾ അതിനകത്ത് വേണമെങ്കിൽ രാസായുധമോ ജൈവായുധമോ ഒക്കെ ഉപയോഗിക്കാം, ന്യൂക്ലിയർ വെപ്പൺ ആകാം. പക്ഷേ ഒന്നും ചെയ്തില്ല, ഒരു വാണിംഗ് കൊടുത്തു. അല്ലെങ്കിൽ നിനക്കൊക്കെ തരാം എന്ന് പറയുന്നത് റഷ്യ കൊടുത്തെങ്കിൽ തിരിച്ചൊരു പണി കൊടുത്തു എന്ന് പറയാം. ആ റെഡ് ലൈൻ നിങ്ങൾ ക്രോസ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ആണവായുധം ഉപയോഗിക്കും എന്ന് പുടിൻ പറഞ്ഞിട്ടാണ് ഈ ഭൂഖണ്ഡാന്തര മിസൈൽ ടെസ്റ്റ് പോലെ നടത്തി അത് 1-2 തവണ അത് അയച്ചത്. സാധാരണ ഭൂഖണ്ഡാന്തര മിസൈലൊക്കെ അയക്കുന്നത് അതിന്റെ വാർ ഹെഡ് അറ്റത്ത് ഈ ന്യൂക്ലിയർ വെപ്പൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. വാർ ഹെഡായിട്ട് ഇതാണ് ചെയ്യുക സാധാരണഗതിയിൽ. മിസൈൽ അയക്കുകയാണെങ്കിലും ഒക്കെ അതിന്റെ വാർ ഹെഡായിട്ട് ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഒരു ഭൂഖണ്ഡാന്തര മിസൈലിൽ ഒരു ആണവായുധം വെച്ചിട്ട് അന്ന് യുക്രൈനിൽ വലിയ നാശം വിതയ്ക്കാൻ കഴിയുമായിരുന്നു. ഏതാണ്ടൊക്കെ അതിൻ്റെ അടുത്തെത്തി നിൽക്കുന്നു. ഒരു ആഗോള തലത്തിൽ തന്നെ ഇത് ഭീഷണിയായിട്ട് നിലനിൽക്കുന്നുണ്ട് ആണവായുധം പ്രയോഗിക്കും എന്നുള്ളത്. അപ്പോഴാണ് അത് പ്രയോഗിക്കാനായിട്ട് യെസ് എന്ന് പറയേണ്ട ആളിനെ, അതായത് പുടിൻ ഇയാളെ വിളിച്ചു പറഞ്ഞിട്ടാണല്ലോ ഇത് ചെയ്യുക, അത് ചെയ്തേക്ക് എന്ന് പറയുന്ന ആളിനെ തന്നെ ഇപ്പൊ വകവരുത്തിയിരിക്കുന്നത്. യുക്രൈനിന് ഇത്രയും ശേഷിയുണ്ട് എന്നുള്ളത് ഒരു പുതിയ അത്ഭുതമാണ്. എന്തായാലും റഷ്യ ഇനി എന്താ ചെയ്യുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതായത് കുറെ നാളായിട്ട് ഈ പുടിൻ എവിടെയൊക്കെ പോയി താമസിക്കുന്നു എന്ന് പറഞ്ഞാൽ യുക്രൈൻ പുടിനെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ആ ഒരു സുഖവാസ വസതി സാധാരണ ഈ അവിടുത്തെ രാഷ്ട്ര നേതാക്കള് പുടിനെ പോലുള്ള ആളുകളൊക്കെ പോയി താമസിക്കുന്ന ചില സുഖവാസ വസതികളുണ്ട് പല സ്ഥലത്തും. അതിൽ ഒരെണ്ണത്തിന്റെ അടുത്തൊരു സ്ഫോടനം നടന്നിരുന്നു. ഒരു ഡ്രോൺ അതിന്റെ മുകളിലൊക്കെ കണ്ടിരുന്നു. പിന്നീട് പുടിൻ അത് ഇടിച്ചു നിരത്താനായിട്ട്, ആ സുഖവാസ വസതി ഇടിച്ചു നിരത്താനായിട്ട് ഉത്തരവ് കൊടുത്തു എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ കുറച്ചു നാളായിട്ട് പുടിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് യുക്രൈൻ. അതിന്റെ കൂട്ടത്തിലാണ് ഇതും കൂടി വന്നിരിക്കുന്നത്. പുടിനും പേടിച്ചു തന്നെയാണ് കഴിയുന്നത് റഷ്യയിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.